കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ മനസ്സുവെച്ച എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഒരു നല്ല പകൽക്കാലം സന്തോഷമുള്ള ഹൃദയങ്ങളോടെ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയാലും കൃപയാലും കഴിഞ്ഞ ഒരാഴ്ചക്കാലം ക്ഷേമത്തോടെ കർത്താവ് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവം പരിപാലിച്ചു. പ്രത്യേകിച്ച് പ്രായാധിക്യത്തിലും ക്ഷീണത്തിലും രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ യഹോവ താങ്ങും അല്ലെ ഇത്രത്തോളം ദൈവം അവരെ സൂക്ഷിച്ചല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മോട് ഒരുമിച്ചായിരുന്ന പല സഹോദരങ്ങളും ജോലിയോടുള്ള ബന്ധത്തിൽ അവർ കടന്നുപോയി. അവരുടെ യാത്രയിൽ കർത്താവ് കൂടെയിരുന്നും ക്ഷേമത്തോടെ അവർക്ക് യാത്ര നൽകി. ദൈവം അവരെ മാനിച്ചു, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരസ്പരം ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് നമുക്ക് ഇട തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരസ്പരമുള്ള പ്രാർത്ഥനയും ഹല്ലേലൂയ കൂട്ടായ്മയും നമ്മുടെ ആത്മീക ജീവിതത്തിന് എന്നും അത് ആശ്വാസകരമാണ്. ഹല്ലേലൂയ ദൈവത്തോടുള്ളതായ ബന്ധത്തിന് അത് ഹല്ലേലൂയ അത് കൂടുതൽ ആഴം വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥനയിലും ആത്മാർത്ഥതയിലും കുറഞ്ഞു പോകാതെ ഓരോ ദിവസവും അതിൽ വർദ്ധിച്ചു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. രോഗത്താലും ദുഃഖങ്ങളാലും ഒക്കെ ഭാരപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെയും ദൈവം നൽകുന്ന എല്ലാവിധമായ ആശ്വാസങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവമക്കളുടെ എല്ലാവിധമായ സ്നേഹത്തിനും സഹകരണത്തിനും കൂട്ടായ്മയ്ക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് വേഗത്തിൽ കൊണ്ടുവരാം. ഈ പകൽ വായിച്ച സങ്കീർത്തനത്തിന്റെ ആരംഭത്തിലെ 15 വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് വായിപ്പാനും അതിൽ നിന്ന് ചിന്തിക്കുവാനും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച വേദഭാഗം എന്ന് പറയുന്നത് ഹല്ലേലൂയ അതിന്റെ 4-ാമത്തെ വാക്യമായിരുന്നല്ലോ. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ദൈവത്തിന് സ്തോത്രം. ആ വചനമാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നത്. ഇന്ന് പകൽക്കാലം തുടർന്നുള്ള 16 മുതലുള്ളതായ വാക്യങ്ങൾ 36 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് പകൽ വായിപ്പാൻ ഇടയായിത്തീർന്നു. ആ വായിച്ച തിരുവചനത്തിൽ നിന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്ന അല്ലെ ചിന്തനീയമായ ഒരുപാട് വാക്യങ്ങളും വാക്യാംശങ്ങളും അതിനകത്തുണ്ട്. ദൈവം എന്റെ മനസ്സിൽ പ്രേരണ തന്ന ഒരു വേദാംശം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വായിച്ച സങ്കീർത്തന ഭാഗത്തിന്റെ 33-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു. മതി. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളായ നാം എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു ദിവസം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ പൊതുവായിട്ടുള്ളൊരു മറുപടി നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ എല്ലാവരും ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മറുപടി പറയാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പറയാൻ കഴിയുന്ന ഒരു മറുപടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ള. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, ഒരു ദിവസം നാം എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര സമയം പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച വേളയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഓർപ്പിക്കുവാനിടയായി. നാം രാവിലെ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുമ്പോൾ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടഞ്ഞിരുന്നതായ കണ്ണ് തുറക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ശരീരത്തെ ചലിപ്പിച്ചു നോക്കിയപ്പോൾ ആ ശരീരത്തിന് ആരോഗ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തി ആ കിടക്കയിലേക്ക്, ആ കിടന്ന പായിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ലഭിക്കുമ്പോൾ അവിടെ മുതലേ സ്തുതിച്ചുകൊണ്ട് വേണം ഒരു ദിവസം ആരംഭിക്കാൻ. കർത്താവേ, ഈ കഴിഞ്ഞ രാത്രിയിൽ കിടക്കയിൽ കയറി അനേകര് കിടക്ക വിട്ട് ഉണരാൻ കഴിയാതെ ആയപ്പോൾ, അനേകര് ബലഹീനരായി ആരോഗ്യമില്ലാത്തവരായി തീർന്നപ്പോൾ, അത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികൾ മാത്രമല്ല, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ഏത് മനുഷ്യ ജീവനങ്ങളെ പഠിച്ചാലും അവരുടെ ഒക്കെ ജീവിതത്തിൽ ഈ അവസ്ഥകളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അനേകരുടെ ജീവിതത്തിൽ കടന്നു വന്നു. വിശ്വാസികൾ പോലും പല ആളുകളും പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് അല്ലെ കഴിയും. രാത്രി കിടന്നുറങ്ങി, രാവിലെ അനക്കമില്ല. ചില നാളുകൾക്ക് മുമ്പ് ദൈവസഭയുടെ ഒരു പാസ്റ്ററായിരുന്ന ഒരു പ്രവചന ശുശ്രൂഷയോടുകൂടെ ദൈവം അനേകയിടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഒരു ദൈവദാസൻ
കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ആ ദൈവഭൃത്യൻ തൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ചേർന്ന് വൈകിട്ട് പാടി പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. രാവിലെ അദ്ദേഹം കിടക്കയിലേക്ക് ഒരുമിച്ച് പോയി. എല്ലാ ദിവസവും രാവിലെ 4 മണിയാകുമ്പോൾ അദ്ദേഹം ഉണരും. അദ്ദേഹം ഉണർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന പ്രാർത്ഥനാ ശബ്ദം കേൾക്കുമ്പോൾ തന്റെ ഭാര്യയും ഉണരും. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറിലധികമായി തങ്ങൾ ശുശ്രൂഷിച്ചതായ സഭകളെ ഓർത്ത്, ശുശ്രൂഷിക്കുന്ന സഭയോർത്ത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ ഒക്കെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ട്. ഈ സംഭവം നടക്കുന്ന ആ ദിവസം രാവിലെ 4 മണിയായിട്ട് അദ്ദേഹം ഉണരുന്നില്ല. അന്ന് വൈകി, ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഒത്തിരി വൈകിയാണ് അദ്ദേഹം കടന്നു വന്നത്. ക്ഷീണം കൊണ്ടായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടെ ഭാര്യ വിളിക്കാൻ അല്പം വൈമനസ്യമുണ്ടായി. ചില നിമിഷങ്ങളിലൂടെ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചു. ടോർച്ചടിച്ച് ക്ലോക്കിലേക്ക് നോക്കി. ആ ക്ലോക്ക് 4:15 വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ 4:30 ഇദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചു. ഗാഠനിദ്രയിലായിരിക്കും എന്നുള്ളതായ ചിന്തയോടുകൂടെ ചെന്ന് ലൈറ്റിട്ട് അദ്ദേഹത്തെ ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് തിരിച്ചപ്പോൾ വളരെ ഫ്രീ ആയിട്ട് അദ്ദേഹം പിടിച്ച സൈഡിലേക്ക് അദ്ദേഹം തിരിഞ്ഞു കിടന്നപ്പോൾ മനസ്സിലായത് കണ്ണു തുറക്കുന്നില്ല. ആ സഹോദരി അലമുറയിട്ട് നിലവിളിക്കാൻ അവിടെ പിറ്റേ ദിവസങ്ങൾ നടന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ചവരോട് പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിച്ച് കിടന്നു. ഞാൻ പോകാണെന്ന് പോലും എന്നോടൊരു വാക്ക് പറയാതെ ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കിക്കൊണ്ട് ആ കർത്താവിന്റെ ദാസനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കൂടെ കിടക്കുന്ന ഭാര്യയോട് പോലും, കൂടെ കിടക്കുന്ന ഭർത്താവിനോടോ, ഒരുമിച്ച് ലാളിച്ച് സ്നേഹിച്ച് വളർത്തിയതായ കുഞ്ഞുങ്ങളോട് പോലും ഒരു ഗുഡ് ബൈ പറയാൻ കഴിയാതെ വിശ്രമത്തിന് കിടക്കയിൽ കയറുന്ന എത്രയോ ആളുകൾ കിടക്ക വിട്ട് ഉണരാൻ കഴിയാതെ മരണത്തിന് ഏൽപ്പിക്കപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഓരോ ദിവസവും ആരോഗ്യത്തോടെ ഉണരാനും എഴുന്നേൽക്കാനും പ്രാപ്തി തന്നത് അത് ദൈവത്തിന്റെ വലിയ കൃപയാണെന്ന് അങ്ങനെ ഓർക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാൻ കഴിക്കുന്ന ആഹാരത്തിന്റെയോ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നതായ മരുന്നിന്റെയോ ഗുണം കൊണ്ട് ഓരോ ദിവസവും എനിക്ക് ദൈവം ആയുസ് നീട്ടിത്തരുന്നത് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഇത് പിടികിട്ടത്തില്ല. അത് സ്തോത്രം ചെയ്യാൻ നമ്മുടെ നാവ് പൊങ്ങത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ബലം കൊണ്ടല്ലല്ലോ നമ്മൾ എഴുന്നേൽക്കുന്നത്, നമ്മുടേതായ കഴിവ് കൊണ്ടല്ല ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ദൈവം നമുക്ക് തരുന്ന ബലമാ. ദൈവത്തിന് സ്തോത്രം. എത്രയോ ആളുകൾ ഹല്ലേലൂയ അവർ ജോലി ചെയ്യുന്നതായ വേളകളിൽ, വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്ന സമയങ്ങളിലൊക്കെ കുഴഞ്ഞു വീഴുന്നു. ഹല്ലേലൂയ. കുഴഞ്ഞു വീണു മരിക്കുന്നു. അവർ ബലഹീനരായി മാറുന്നു. ഹല്ലേലൂയ. ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഇടയിലും ദൈവം എന്നെ പരിപാലിക്കുന്നത് ഓർത്ത് ദൈവത്തെയൊക്കെ സ്തുതിച്ചുകൊണ്ട് വേണം ഒരു ദിവസം ആരംഭിക്കാൻ. അങ്ങനെയെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ദൈവസന്നി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ. അതിനുശേഷമായി കുടുംബത്തിലുള്ള അംഗങ്ങളെ എല്ലാം കൂടെ ഒന്ന് വിളിച്ചുകൂട്ടി ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, സമാധാനത്തോടെ ഒരു പ്രഭാതം കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ ചെയ്തതിന് ആ ദൈവത്തിനൊന്ന് നന്ദി പറയാൻ രാവിലെയും ദൈവസന്നിധിയിൽ ആത്മാർത്ഥത കാണിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെ, ഒരുപക്ഷെ വൈകിട്ടുള്ള കൂട്ടായ്മ എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരിക്കാം. വൈകിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ നമ്മൾ അവസരം കണ്ടെത്തുന്നവരായിരിക്കാം. എന്നാൽ രാവിലെയും ആ കാര്യത്തിൽ മടി കാണിക്കുക. രാവിലെയും എഴുന്നേറ്റ് ഒരു പ്രഭാത കീർത്തനങ്ങൾ പാടിയാലും പാടിയില്ലെങ്കിലും സന്തോഷിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ വരികൾ പാടിയാലും ഒരു വേദഭാഗം വായിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ രാത്രി മുഴുവനും കർത്താവേ, നീ ഞങ്ങളെ പരിപാലിച്ചല്ലോ. എന്റെ കണ്ണടഞ്ഞ് ഞാൻ വിശ്രമിച്ച വേളയിലും എന്റെ ഹൃദയം ഇടിച്ചതായ ഓരോ മിനിറ്റുകളിലും ഓരോ സെക്കൻഡുകളിലും കർത്താവേ, നീ എന്നെ പരിപാലിച്ചു, ഞങ്ങളെ കുടുംബമായി സൂക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഹല്ലേലൂയ ദൈവത്തിന്റെ കാരുണ്യത്തിന് ദൈവ കുടുംബമായി നന്ദി പറയണം. ഒരു പകൽക്കാലം മുഴുവനും സൂക്ഷിച്ച ആ കർത്താവിന് വൈകിട്ടും നന്ദി പറയണം. ഹല്ലേലൂയ. ചില അവസരങ്ങളിൽ ചില പ്രിയപ്പെട്ടവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വൈകിട്ട് കുടുംബ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ വൈകിട്ടുള്ള ഏതെങ്കിലും സ്പെഷ്യൽ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വൈകിട്ട് 6 മണി കഴിയുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകണം. 6 മണിയൊക്കെ കഴിഞ്ഞ് ഭവനത്തിൽ വന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ 9 ആയിരിക്കാം, 9:30 വന്നിരിക്കാം. അങ്ങനെ 9, 9:30 കടന്ന് വന്നു കഴിയുമ്പോൾ പിന്നെ വൈകിട്ടത്തെ പ്രാർത്ഥന നടക്കുമോ? ദൈവമക്കളെ, നടക്കണം. 9:30 ആണെങ്കിലും 10 മണിയാണെങ്കിലും
വീട്ടിലുള്ളവരെ വിളിച്ച് നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോയത് ആ വീട്ടിന് നന്ദി പറയാനാ, ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഒരു പകൽ സൂക്ഷിച്ച ദൈവത്തിന് നമ്മുടെ വീട്ടിലിരുന്നല്ലേ നന്ദി പറയേണ്ടത്. ദൈവത്തിന് സ്തോത്രം. 10 മണിയായാലും 10:30 ആയാലും വലിയ ഉറച്ച ഉച്ചത്തിലൊന്നും പാടിയില്ലെങ്കിലും ഹല്ലേലൂയ അല്പ ശബ്ദം കുറച്ച് പാടിയാലും ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു വേണം ഹല്ലേലൂയ ആ ദിവസവും അവസാനിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. കിടക്കയിലേക്ക് ചെല്ലുന്ന അവസരത്തിലും ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം ആ കിടക്കയിലേക്ക് ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തോട് പറയണം, കർത്താവേ എന്നെക്കാൾ ആരോഗ്യമുള്ള എത്രയോ പ്രിയപ്പെട്ടവരെ മരണം വിഴുങ്ങിയപ്പോൾ, അപകടം തകർത്തു കളഞ്ഞപ്പോൾ, അനേകരുടെ ജീവിതത്തിൽ സ്വസ്ഥതക്കേട് വന്നപ്പോൾ എന്നെ സൂക്ഷിച്ച നിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഒരു ദിവസം അവസാനിപ്പിക്കാൻ, അഥവാ കണ്ണടച്ച് നിദ്രയിലേക്ക് നമ്മൾ മാറുവാൻ. അങ്ങനെയെങ്കിൽ കുറഞ്ഞപക്ഷ ഒരു 4 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കാൻ ഒരു ദൈവ പൈതൽ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. അതിനേക്കാൾ കൂടുതൽ സമയം അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുവാൻ ഒരുപക്ഷെ അതിന് തയ്യാറാകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, ദൈവം തരുന്ന അവസരങ്ങളൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് ശ്രദ്ധിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന. എന്താ ദരിദ്രന്മാരോട് ദൈവത്തിനൊരു പ്രത്യേക പക്ഷാഭേദം, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു പ്രത്യേക കാരുണ്യം, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു താല്പര്യം എന്താ? ദൈവത്തിന് സ്തോത്രം. അക്ഷരീക ദാരിദ്ര്യം എന്നുള്ളതിനേക്കാൾ ഹല്ലേലൂയ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അല്ലെ, ആത്മീക വിഷയത്തിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ യഥാർത്ഥ മലയാളം എന്ന് പറയുന്നത് സമ്പന്നതയിൽ എത്തുവാൻ കഴിയാത്ത ഒരവസ്ഥ. അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. എത്ര അധ്വാനിച്ചിട്ടും ജീവിതത്തിന്റെ ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു ഉന്നതിയിലേക്ക്, മറ്റുള്ളവരോടൊക്കെ ഒപ്പിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്താൻ കഴിയാതെ ഒരു പ്രത്യേക അവസ്ഥയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരനുഭവം, അതിനെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആത്മീക വിഷയത്തിലും അങ്ങനെയുണ്ട്. ഒരുപക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു, ഇത്ര വർഷങ്ങളായി ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്നു. നമുക്ക് പറയാൻ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ട് അതിൽ മാത്രം തൃപ്തി അടഞ്ഞ്, അതിൽ മാത്രം സന്തോഷിച്ച് ഇതൊക്കെ മതി, ഞാൻ മറ്റുള്ള പലരെക്കാളൊക്കെ ബെറ്റർ ആണെന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഇരിക്കുന്ന ആ അവസ്ഥ, അതിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആത്മാവിൽ പിന്നെയും ദൈവസന്നിധിയിൽ നമുക്കൊരു ദാഹം ഉണ്ടായിരിക്കണം. കർത്താവെ, എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഉയരണം, കുറച്ചുകൂടെ ആത്മീകമായി ഒന്ന് വളരണം. കർത്താവ് എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ഒരു നിലവാരത്തിലേക്ക് എന്റെ ജീവിതം ഒന്ന് ആയിത്തീരണം. അതിനുവേണ്ടിയുള്ള ഒരു ദാഹം, അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, അതിനുവേണ്ടിയുള്ള ഒരു വാഞ്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഹല്ലേലൂയ ദരിദ്രൻ. ദൈവത്തിന് സ്തോത്രം. അവൻ അക്ഷരീകമായും ദരിദ്രനാണ്, ആത്മീക വിഷയത്തിലും അവൻ സമ്പന്നനാണെന്നൊരു തോന്നൽ അവനില്ല. അവനും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക. വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, സഹോദരന്മാരെ, തികഞ്ഞവനായി എന്നൊരു ചിന്ത എനിക്കില്ല, പിടിച്ചിരിക്കുന്നു എനിക്കൊരു ചിന്തയില്ല, എനിക്കും പിടിക്കാമോ എന്ന് വെച്ച ഞാനും പിന്തുടരുക. ആത്മീകമായി നമ്മിൽ പലരെക്കാളും ഉന്നതിയിലെത്തിയ, ദൈവം എത്തിച്ചൊരു മനുഷ്യനാണല്ലോ പൗലോസ്. ഹല്ലേലൂയ. പിൻവരുന്ന തലമുറയ്ക്ക്, പുതിയ നിയമസഭയ്ക്ക് ഈടുറ്റതായ 14 ലേഖനങ്ങൾ എഴുതിയ, 3ാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട മനുഷ്യനെന്ന് സ്വയം അവകാശപ്പെടാൻ കഴിയുന്ന, വെളിപ്പാടുകളുടെ ആധിക്യം എന്റെ ജീവിതത്തിൽ ദൈവം തന്നു എന്ന് അവകാശപ്പെടുന്ന 3 മിഷണറി യാത്രകൾ നടത്തുകയും അനേക പട്ടണങ്ങളിലും ഇടങ്ങളിലും സഭകൾ ഹല്ലേലൂയ ഉണ്ടാക്കുകയും ചെയ്ത, അങ്ങനെ ആത്മീകമായി ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ച, അല്ലെങ്കിൽ ഏതാണ്ട് ജീവിതത്തിൽ 26 കൂട്ടം കഷ്ടതകൾ ജീവിതകാലത്ത് അനുഭവിച്ച്, അതിന്റെയൊക്കെ യാതനയും വേദനയും ഒക്കെ അനുഭവിച്ച്, ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച്, ആത്മീകമായി ഒരു ഉന്നതിയിൽ പലരെക്കാളും എത്തിയ ഈ മനുഷ്യന്റെ മനോഭാവം ശ്രദ്ധിക്കണമേ. ഒന്ന് തികഞ്ഞവനായി എന്ന് എനിക്കൊരു ചിന്തയില്ല. ഇന്നത്തെ ലോകത്തിലേക്ക് നാം നോക്കിയാൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, 2 സഭ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, 4 പേരെ നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അത് 40 തവണയും പറയാൻ നമ്മൾ മടിക്കത്തില്ല. പറയുന്നത് നല്ലതാണ്, എങ്കിലും
പൗലോസ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കൂ. ഇത്രയൊക്കെ ആയ മനുഷ്യൻ പറയുന്നു, വല്ലതൊക്കെ പ്രാപിച്ചെന്നും വല്ലതൊക്കെ ചെയ്തെന്നുമുള്ള ഒരു തോന്നൽ എനിക്കില്ല. കർത്താവ് കൃപ തന്നു, ഞാൻ ചെയ്തു. ഹല്ലേലൂയ. എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല, കർത്താവ് എനിക്ക് പ്രാപ്തി തന്നുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതാ തന്റെ ജീവിതത്തിലെ ആ ഒരു വലിയ ചിന്ത. ഞാൻ ആ വിഷയത്തിലേക്ക് വീണ്ടും വരട്ടെ. ഹല്ലേലൂയ. ദരിദ്രന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ വാഞ്ച അതാ, നമ്മുടെ താല്പര്യം അതാ. എന്നാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നില്ല, എല്ലാ പ്രാർത്ഥനയും ദൈവം ശ്രദ്ധിക്കുന്നില്ല. എന്താ കേൾക്കാത്തതിന്റെ കാരണം? ദൈവം പ്രാർത്ഥന കേൾക്കാത്തതിന്റെ കാരണം എന്താ? വചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നമുക്ക് അല്പസമയം അതിനെക്കുറിച്ചൊന്ന് ഗ്രഹിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. അതിന്റെ 1-ാമത്തെ അധ്യായം, അതിന്റെ 24, 25, 28 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-ാം അധ്യായം 24, 25 വാക്യങ്ങൾ ആദ്യം വായിക്കും. അതിനുശേഷം 28-ാം വാക്യം. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എന്റെ ശാസന ഒട്ടും നിങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് 28-ാം വാക്യം. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ ഉത്തരം പറയുകയില്ല. അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ ആ 3 വാക്യം നമ്മൾ വായിച്ചല്ലോ. അതിനകത്ത് കർത്താവ് പറയുകയാണ്, ഞാൻ വിളിച്ചു പക്ഷെ അവർ കേട്ടില്ല, ഞാൻ കൈ നീട്ടി അവർ കൂട്ടാക്കിയില്ല, എന്റെ ശാസനയും എന്റെ ആലോചനയും ഒക്കെ ത്യജിച്ച് അതിനെ നിസ്സാരമെന്ന് ചിന്തിച്ച് അവർ മുന്നോട്ട് പോയത് കൊണ്ട്. അപ്പോൾ അവിടുത്തെ വിഷയമെന്ന് പറയുന്നത്, അവർ വിളിച്ചാൽ ഞാൻ കേൾക്കത്തില്ല. 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണം? ദൈവത്തിന്റെ ശബ്ദത്തോട് പ്രതികരിക്കാതിരിക്കുന്ന അവസ്ഥ, ദൈവശബ്ദം ഏറ്റെടുക്കാതിരിക്കുന്ന സാഹചര്യം, ദൈവശബ്ദം അനുസരിക്കാതിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. കേൾക്കാത്തത് കൊണ്ടല്ല. ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ അത് വേണ്ടതുപോലെ ഏറ്റെടുത്ത് അനുസരിക്കുന്നില്ല. ആ ഒരു വലിയ തെറ്റ് നമ്മുടെ മേലുള്ളത് കൊണ്ട്, ആ ഒരു തെറ്റ് ഒരു വ്യക്തിയുടെ മേൽ ഉള്ളിടത്തോളം കാലം ദൈവം പറയുന്നു, എന്നെ കൂട്ടാക്കാത്തത് കൊണ്ട് ഞാൻ അവർ നിലവിളിക്കുന്ന നിലവിളി കേൾക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പിത പ്രമാണമാണ്, എഴുതപ്പെട്ട പ്രമാണമാണ്. അതനുസരിക്കാൻ വേണ്ടിയുള്ളതാ, അത് ആചരിക്കാൻ വേണ്ടിയുള്ളതാ, അത് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ളത്. പ്രസംഗിച്ച് കേൾക്കുന്ന ദൈവവചനം തിരുവെഴുത്തുകളെ തെളിയിക്കുക എന്ന് പറയുന്നതാണല്ലോ പ്രസംഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവചനം പ്രസംഗിച്ചു കേൾക്കുമ്പോൾ, ദൈവവചനം വായിച്ചു മനസ്സിലാക്കുമ്പോൾ, അതിലൂടെ ദൈവം നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം ഒരുവൻ ഏറ്റെടുക്കാതിരുന്നാൽ, അത് മനസ്സിലാക്കാതിരുന്നാൽ, അതിൻ പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാതിരുന്നാൽ, വചനത്തോട് വിരുദ്ധമായ ഒരു നിലപാടാണ്, ഒരു സമീപനമാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ നാം നിലവിളിച്ചാൽ ദൈവം കേൾക്കത്തില്ല. ഹല്ലേലൂയ. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, എന്റെ വാക്കിന് എത്ര ചെവി ഹല്ലേലൂയ ചായ്ക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം ചെവി ചായ്ക്കാൻ, എത്രത്തോളം ഒന്ന് മനസ്സ് വെക്കാൻ, മനസ്സ് വെച്ച് കേട്ടനുസരിക്കാൻ എത്രത്തോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ കേട്ടിട്ടുള്ള ദൈവശബ്ദങ്ങൾ കുറവല്ല. ഒരുപക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇതര സംസ്ഥാനങ്ങളെക്കാൾ, ഇതര ദേശങ്ങളെക്കാൾ കൂടുതൽ ദൈവവചനം ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതായ ദൈവമക്കൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് മധ്യ തിരുവിതാംകൂർ. വളരെ പ്രശസ്തമായിട്ടുള്ള ചരിത്രരേഖകൾ പോലും പഠിച്ചു നോക്കിയാൽ വളരെയധികം ആത്മീക ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ദേശങ്ങളും ഇടങ്ങളും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം വളരെ പണ്ട് മുതലേ വിളിച്ചു പറയാൻ, ഒരുപക്ഷെ ഏറ്റുപറച്ചിലൂടെ, ഇന്നത്തെ പോലെ ഉച്ചഭാഷണിയിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ആധുനിക സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്തും ഏതെങ്കിലും തരത്തിലൊക്കെ ഒരാൾ പ്രസംഗിക്കുന്നത് മറ്റൊരാളെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ച് അങ്ങനെ ദൈവവചനം കേൾക്കുവാൻ ഒത്തിരി ഭാഗ്യം ലഭിച്ചതായ ഒരു മണ്ണിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ കേട്ടതിൻ്റെതായ കുഴപ്പമല്ല, കേൾപ്പിക്കാൻ ആളില്ലാഞ്ഞതിന്റെ കുഴപ്പമല്ല, ഏറ്റെടുക്കാനുള്ളതായ മനസ്സില്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന പരാജയം എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം കേൾക്കാതിരിക്കുന്നതിന്റെ കാരണം, ദൈവം ചെവി പൊത്തിക്കളയുന്നതിന്റെ കാരണം, ദൈവം മുഖം മറച്ചു കളയുന്നതിന്റെ കാരണം,
നാം അവന്റെ ആലോചന അനുസരിക്കുന്നില്ല, ആലോചന കൂട്ടാക്കുന്നില്ല. ദൈവ ശബ്ദത്തോട് നമ്മൾ മറുതലിച്ചു പോകുന്നത് കൊണ്ടാണ് ദൈവം നമ്മെ ശ്രദ്ധിക്കാത്തത്, ദൈവം നമ്മുടെ നിലവിളി കേൾക്കാത്തത്. സങ്കീർത്തനം 34 വായിക്കുന്നുണ്ടല്ലോ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. അപ്പൊ നിലവിളികളൊക്കെ ദൈവം കേൾക്കണമെങ്കിൽ 116 സങ്കീർത്തനം ആരംഭ ഭാഗം ഇങ്ങനെയാണല്ലോ, യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട്. അപ്പൊ പ്രാർത്ഥന കേൾക്കുന്നവനാ ദൈവം. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന്റെ പ്രാർത്ഥന കേൾക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെയെങ്കിൽ പലപ്പോഴും പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതിലൊരു കാരണമാണ് ഞാൻ ഓർപ്പിച്ചത്, വചനം ഏറ്റെടുക്കുന്നില്ല, വചനം അനുസരിക്കുന്നില്ല. അത് ആര് സംസാരിച്ചാലും, അതൊരു കുഞ്ഞ് സംസാരിച്ചാലും, അതൊരു പ്രായമുള്ള ഒരു വ്യക്തി സംസാരിച്ചാലും, ഒരുപക്ഷെ വചനത്തിന്റെ ആധികാരികതയെ കുറിച്ച് ചോദിച്ചാൽ തിരിച്ചു പറയാൻ മറുപടികളില്ലാത്തതായ ഒരു വ്യക്തിയാണെങ്കിലും സംസാരിക്കുന്നത് വിക്കി പറയുന്ന അതരങ്ങളാൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചന വിളിച്ചു പറയുന്ന അത് നമ്മോടുള്ളൊരു ദൂതായിട്ട് ദൈവം അയക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ നമ്മൾ മനസ്സ് വെച്ചില്ലെങ്കിൽ, അതിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ മനസ്സ് വെച്ചില്ലെങ്കിൽ, പറയുന്ന ആളിന്റെ നിലവാരം നമ്മൾ നോക്കണ്ട, പറയുന്ന ആളിന്റെ വ്യക്തിത്വം ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കണ്ട. ആ വ്യക്തിയിലൂടെ ദൈവം പറയുന്ന വചനം ദൈവത്തിന്റെ അരുളപ്പാടാണെന്ന്, അതിലൊരു ദൈവശക്തി അടങ്ങിയിട്ടുണ്ടെന്ന് ബോധ്യം വന്നാൽ ആ വചനം നമ്മൾ ഏറ്റെടുക്കണം, അതനുസരിക്കണം, അതിനോടൊരു വിധേയത്വം നമുക്ക് കാണിക്കണം. ഹല്ലേലൂയ. ശലോമോൻ സദൃശവാക്യത്തിൽ പറയുന്നത്, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, എന്റെ കൈ നീട്ടി നിങ്ങളെ രക്ഷിക്കാൻ. 18 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ഉയരത്തിൽ നിന്ന് അവൻ കൈ നീട്ടി, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തെന്ന് പറയുന്നത് പോലെ ഞാൻ കൈ നീട്ടി. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എന്റെ ആലോചനയെ നിങ്ങൾ ഹല്ലേലൂയ അവഗണിക്കുകയാ, എന്റെ ശാസനയെ നിങ്ങൾ വെറുക്കുകയാ. ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുവാൻ, ഞാൻ പറയുന്നത് ഒന്നും ശ്രദ്ധിക്കുവാൻ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകുന്നില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവശബ്ദത്തോട് പ്രതികരിക്കുന്ന ഒരു മനോഭാവം, ദൈവശബ്ദത്തോട് അനുകൂലമായി അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു നിലവാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരുപക്ഷെ എല്ലാ ആലോചനകളും എല്ലാ കാലവും നമ്മെ സന്തോഷിപ്പിക്കണമെന്നില്ല. ഹല്ലേലൂയ. അത് നമുക്ക് എപ്പോഴും ആനന്ദം തരണമെന്നില്ല. ഒരുപക്ഷെ ആരംഭത്തിൽ അല്പം ഭാരം തോന്നിയാലും പിന്നത്തേതിൽ അത് വായിൽ കയ്പ് തോന്നിയാലും അത് ഉദരത്തിൽ ചെല്ലുമ്പോൾ അത് മധുരമായി മാറും. ഹല്ലേലൂയ. ആരംഭത്തിൽ അല്പം ഭാരം തോന്നിയെന്നിരിക്കാം, ആരംഭത്തിൽ അല്പം വേദന തോന്നിയെന്നിരിക്കാം, അതൊരു പക്ഷെ കഠിനവാക്ക് എന്ന് പറയുന്ന ഒരു അനുഭവം ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ മനസ്സിലാക്കുക, പിന്നത്തേതിൽ അതിൽ നമുക്ക് ഒരു വലിയൊരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ചില നൊമ്പരങ്ങൾ വരുമ്പോൾ, ചില ഭാരങ്ങൾ വരുമ്പോൾ അത് നമ്മെ തകർക്കാൻ വേണ്ടിയല്ല, അത് നമ്മെ നന്നാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത് പോലെ ആരംഭത്തിൽ അല്പം ഭാരം തോന്നിയാലും ദൈവം പറയുന്ന ചില വാക്ക് കട്ടിയുള്ള വാക്കാണെന്ന്, ഹല്ലേലൂയ, ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നിയാലും സാരമില്ല, ദൈവം പറഞ്ഞതല്ലേ, നമ്മോട് പറഞ്ഞ ആലോചനയല്ലേ, അത് ഏറ്റെടുത്താൽ, ഹല്ലേലൂയ, അത് ഏറ്റെടുത്ത് അനുസരിച്ചാൽ അതിലൂടെ ഒരു മഹത്വമുണ്ട്, അതിലൂടെ ഒരു അനുഗ്രഹമുണ്ട്. അത് പ്രാപിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് വായിക്കാം സെഖര്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. സെഖര്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നതുപോലെ അവർ നിലവിളിക്കും. ഹല്ലേലൂയ. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ വിളിക്കാറുണ്ട്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ അനേകരെ ദൈവം ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ വിളിച്ചിട്ടുണ്ട്. ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ മുഴങ്ങിയ ഒരു ശബ്ദത്തെ കുറിച്ച് നമുക്കറിയാം. 3-ാം അധ്യായത്തിൽ, ആദമേ നീ എവിടെ? ദൈവം വിളിച്ചു. ആ വിളി ആ നിലയിൽ ഉണ്ടാകാനുള്ള ഒരു കാരണമുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കൂട്ടായ്മ കൊതിക്കുന്ന, കൂട്ടായ്മ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്നതായ ഒരു പതിവ് അവിടെയുണ്ട്. ആ പതിവ് തെറ്റി. ദൈവസാന്നിധ്യം ഉള്ളേണ്ടിടത്ത്, വരേണ്ട സ്ഥാനത്ത് നമ്മൾ വരാതിരുന്നാൽ ചിലപ്പോൾ ദൈവം നമ്മളെ വിളിച്ചെന്നിരിക്കും. ഹല്ലേലൂയ. ഇവിടെ ആദമിനെ വിളിച്ചത് ദൈവം കാണാൻ ആഗ്രഹിച്ചിടത്ത് കാണാതിരുന്നത് കൊണ്ടാണ് ദൈവം വിളിച്ചത്. എന്നാൽ ശമൂവേലിനെ ദൈവം വിളിച്ചത് അങ്ങനെയല്ല. രാത്രി പെട്ടകത്തോട് ചേർന്ന്
വിളക്കണയുന്നതിന് മുമ്പ് കിടന്ന ശമൂവേൽ. രാത്രി ദൈവം വിളിച്ചു, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. ഏലി പുരോഹിതനാ തന്നെ വിളിക്കുന്നതെന്നുള്ള ആ ഒരു ധാരണയോടെ ഏലിയുടെ അടുക്കൽ ചെന്നു. ഏലി പറഞ്ഞു, വിളിച്ചില്ല. രണ്ടാമതും മുമ്പിലത്തെ പതിവ് ആവർത്തിച്ചു. അവൻ ഏലിയുടെ അടുക്കൽ ചെന്നു. ഏലി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനിയും നിന്നെ വിളിച്ചാൽ. അപ്പൊ ഏലിക്ക് മനസ്സിലായി, പണ്ട് കാലത്ത് എന്നെയും ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഞാൻ ഹല്ലേലൂയ പെട്ടകത്തോട് ചേർന്ന് കിടന്നിട്ടുള്ള സമയങ്ങളിൽ എന്നെയും വിളിച്ചൊരു ദൈവമുണ്ട്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ, ആ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ, ആ കാലത്ത് ദർശനമേറെ ഇല്ലായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ആളില്ലായിരുന്നു. ആ ഏലി പുരോഹിതൻ പോലും ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഏലിക്ക് മനസ്സിലായി, അല്ലെ, എന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ എന്നെ വിളിച്ച അതേ ഒരു ശബ്ദമാണ് ഇവനെയും വിളിച്ചത്. ആ ഒരു തിരിച്ചറിവോടെ തന്റെ അടുക്കൽ വന്ന ശമൂവേലിനോട് താൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയും വിളിക്കുമ്പോ നീ പറയണം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിക്കാറുണ്ട്. ദൈവം വിളിക്കുമ്പോൾ ആ ദൈവവിളിയോട് നമ്മൾ പ്രതികരിക്കുന്നവരായിരിക്കണം. ദൈവം വിളിക്കുമ്പോൾ കർത്താവേ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുവാൻ, ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ, ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ആ ഉദ്ദേശം എന്തെന്ന് ഒന്ന് ഗ്രഹിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കണം. സദൃശ്യ വാക്യത്തിൽ വായിച്ച ആ വചനത്തിന്റെ മറ്റൊരു വശമാണ് നമ്മളിവിടെ വായിച്ചത്. ഞാൻ വിളിച്ചിട്ട് അവർ കേൾക്കാതിരിക്കുന്നത് പോലെ അവർ വിളിക്കും, പക്ഷെ ഞാൻ കേൾക്കയില്ല. ദൈവമക്കളെ, നാം നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോ, ജോലിയിലായിരിക്കുമ്പോ, യാത്രയിലായിരിക്കുമ്പോ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നാം പല സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ദൈവം ശബ്ദം ഇതുപോലെ നമ്മെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ആ ദൈവവിളി നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നെയാ വിളിച്ചത് എന്നുള്ളതായ വിളി നാം കേട്ടിട്ടുണ്ട്. ഇതാ ഒരു വാഹന മൃഗത്തിന്റെ പുറത്ത് ദമസ്കോസിലേക്ക് പ്രയാണം ചെയ്യുന്ന പൗലോസിനെ ദൈവം വിളിച്ചു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ആ ചോദ്യത്തോടവൻ ഹല്ലേലൂയ പ്രതിവചിച്ചു. നീ ആരാകുന്ന കർത്താവേ എന്ന് ചോദിച്ച് അവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ടിടയായി. ദൈവമക്കളെ, അല്ലെങ്കിൽ ദൈവം വിളിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്കായി പോകുമെന്നുള്ള ആ ദൈവിക ദൗത്യത്തിന്റെ മുമ്പിൽ, ആ ചോദ്യത്തിന്റെ മുമ്പിൽ കർത്താവെ അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് സമർപ്പിച്ച് പറയാൻ, അതിനുവേണ്ടി ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാൻ നമുക്കൊരു മനസ്സൊരുക്കമുണ്ടായിരിക്കണം. ഞാൻ വിളിച്ചിട്ട് അവർ കേൾക്കാതിരുന്നത് പോലെ അവരുടെ കഷ്ടതയുടെ നടുവിൽ, അവരുടെ പ്രയാസങ്ങളുടെ നടുവിൽ, അവരുടെ വേദനയുടെ നടുവിൽ അവർ വിളിക്കും, പക്ഷെ ഞാൻ കേൾക്കയില്ല. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ വിളിക്കേണ്ട ഒരു സാഹചര്യം വരികയില്ലെന്ന് നമുക്ക് ആർക്കും തറപ്പിച്ചും ഉറപ്പിച്ചും പറയാൻ കഴിയുന്ന ഒരു പരുവത്തിലല്ല നാമും ഈ ലോകവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഈ നിലയിലുള്ളതായ ആ ഒരു ഗതി എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ ഒക്കുകയില്ല. ആത്മീയ ആരാധനയുടെ സ്ഥിതി ഈ നിലയിൽ എത്രത്തോളം മുന്നോട്ട് പോകും സ്വാതന്ത്ര്യമായി എന്ന് പറയാൻ കഴിയുകയില്ല. പലതിനും ഒരുപക്ഷെ നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ ദൈവ ശബ്ദത്തോട് പ്രതികരിക്കാൻ, കർത്താവെ അടിയനിതാ എന്ന് പറയാൻ, എന്നെക്കുറിച്ചുള്ള അരുളപ്പാട് എന്താണെന്ന്, ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന്, എന്റെ ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാനൊരു താല്പര്യം, അതിനുള്ളതായൊരു വാഞ്ച, അതിനുള്ളതായൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ വിളിച്ചിട്ട് അവർ കേൾക്കാതിരുന്നത് പോലെ അവർ വിളിച്ചാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, കേൾക്കയില്ല. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് സദൃശ്യവാക്യങ്ങളിലേക്ക് വീണ്ടും പോകാം. 28-ാം അധ്യായത്തിലേക്ക് വരാം. സദൃശ്യവാക്യം 28-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെ ദൈവത്തിന് വെറുപ്പ. ന്യായപ്രമാണം കേൾക്കാതെ വായിച്ചു കേൾക്കുക എന്നുള്ളത് അർത്ഥമല്ല. വായിക്കുക, വായിച്ചു കേൾക്കുക, അതൊക്കെ വളരെ ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ ന്യായപ്രമാണത്തിലുള്ള ഈ വചനത്തിലുള്ള വാക്കുകളെ വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ
സമയം അടുത്തിരിക്കുന്നു. ഇത് വായിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാ, വായിച്ചു കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാ. അതിനേക്കാൾ ഒരു ഭാഗ്യാവസ്ഥയാണ് അതിൽ എഴുതിയിരിക്കുന്നത്, പ്രമാണിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിണങ്ങല്ലേ പ്രിയപ്പെട്ടവരെ. ദൈവവചനം പ്രസംഗിക്കുമ്പോ അത് ഏറ്റെടുക്കാതെ അലക്ഷ്യമായിട്ടിരുന്നാൽ, എന്നോടല്ല എന്നുള്ള ചിന്താഗതിയോടെ, ഹല്ലേലൂയ, നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് ആയിപ്പോയാൽ, മറ്റൊരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ, ഉദാസീനതയോടെ അലസതയോടുകൂടെ ആയിരുന്നാൽ. എന്റെ ചെറുപ്പകാലങ്ങളിൽ 1984 ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഒരു പ്രാദേശിക സഭയിലേക്ക് ആരാധനയ്ക്ക് പോയത്. ആ കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ആരാധനയ്ക്ക് കടന്നു വരുന്ന പല പ്രിയപ്പെട്ടവരും ഇന്നത്തെ പോലെ വളരെ മനോഹരമായ സൂക്ഷിക്കുന്ന തരത്തിലുള്ളൊരു ബൈബിൾ ഒന്നുമല്ല അന്നുള്ള ആളുകളുടെ പലരുടെയിലും ഉള്ളത്. ഒരുപക്ഷെ ഒരു വലിയ ഒരു പുസ്തകം, അതിന്റെ ആരംഭമൊന്നും ചിലപ്പോൾ കാണത്തില്ല. അപ്പൊ ഈ പ്രിയപ്പെട്ടവർ ചെയ്യുന്ന ഒരു കാര്യം, അന്നത്തെ രാവിലെ കിട്ടുന്ന മനോരമ അതെടുത്ത് മടക്കി ഇത് പൊതിഞ്ഞുകൊണ്ട് വരും. അപ്പൊ ദൈവത്തിന്റെ ദാസൻ പ്രസംഗിക്കാൻ ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോഴും ആരംഭമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആരംഭമൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഇഷ്ടമല്ലെന്ന് തോന്നിയാൽ ഈ ബൈബിളിന്റെ സൈഡിൽ ഇങ്ങനെ 2 സൈഡിലായി പൊതിഞ്ഞു വച്ചിരിക്കുന്ന ആ പേജ് ഇങ്ങനെ അങ്ങ് തുറക്കും. രണ്ടാമത് സാക്ഷ്യത്തിന്റെ സമയത്ത് ഒരു പക്ഷേ ദൈവമക്കൾ ചിന്തിക്കും, ഇത് കാണുന്ന ഉപദേശി അവിടെ ഇല്ലയോ എന്ന്. ദൈവമക്കളെ, കാണുന്ന ഉപദേശി ഇല്ലാത്തത് കൊണ്ടോ അല്ല, സഭായോഗം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഏതാ എവിടാന്നൊന്നും എന്നോട് ചോദിക്കൽ ദൈവസഭയെ മാത്രമാണ്. ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥൂലിച്ച ശരീരമുള്ള ഒരു മനുഷ്യൻ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത 4 പേര് ഒരുമിച്ച് തന്റെ നേരെ നോക്കുമ്പോൾ അല്പം ജാള്യത ഉണ്ടെന്ന് തോന്നുന്ന അളവിൽ ഒരു മനുഷ്യൻ, ഏറിയ സമയവും ഓരോരുത്തർക്ക് പ്രസംഗിക്കുന്നതിന് ഓരോ സ്റ്റൈലല്ലേ. എല്ലാവർക്കും ഇപ്പോൾ ഒരേ സ്റ്റൈല് വേണമെന്നൊന്നും എഴുതപ്പെട്ട പ്രമാണമൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ചിലർ ഏതേലും ഒരു സൈഡിലോട്ട് നോക്കി പ്രസംഗിക്കും, ചിലർ എല്ലാവരെയും നോക്കി പ്രസംഗിക്കും, ചിലർ കണ്ണടച്ച് പ്രസംഗിക്കും. ഈ ദൈവദാസന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ കീപ്പോട്ട് നോക്കിയേ പ്രസംഗിക്കും, ഇങ്ങനെ താഴോട്ട് നോക്കി പ്രസംഗിക്കും. ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, പുറകെ ഇരുന്ന് ആ സഭയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഹലോ നേരെ നോക്കി പ്രസംഗിച്ച് എന്ന് പറയുന്നത് സഭായോഗം നടക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുള്ള സഭയിൽ വർത്തമാനപത്രം വായിക്കണ്ടെന്ന് പറയാൻ ഈ ദൈവദാസന് എങ്ങനെ കഴിയും? ഇഷ്ടമില്ലാത്ത പ്രസംഗം വരുമ്പോൾ മലയാള മനോരമ മൊത്തം വായിച്ചു തീരും. ഇത് മറ്റൊരാൾ പറഞ്ഞു കണ്ടതല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരെ കണ്ടിട്ടുള്ളതാ. എനിക്കതൊന്നും ചോദിക്കാനൊക്കത്തില്ല. അന്ന് അല്ലെ വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു കാലയളവിലാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. ദൈവമക്കളെ, ന്യായപ്രമാണം കേൾക്കാതെ നിന്റെ ചെവി പൊത്തിക്കളഞ്ഞാൽ, നീ മറ്റൊരു ശ്രദ്ധയിലേക്ക് ആയിപ്പോയാൽ, മറ്റൊരു ചിന്തയിലേക്ക് ആയിപ്പോയാൽ, ഇത് എന്നോടല്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയോടിരുന്നാൽ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു സമയത്ത് എന്തോ ചെയ്യും? നിലവിളിക്കും അല്ലേ? നമ്മൾ വായിച്ച വാക്യം അങ്ങനല്ലേ? ന്യായപ്രമാണം കേൾക്കാതെ ചെവി വായിച്ചത്, ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും, നമ്മൾ ഇവിടുത്തെ പ്രാർത്ഥനയല്ല, നമ്മൾ വീട്ടിൽ പോയിരുന്ന നമ്മുടെ സുഖത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ദീർഘായുസിനും ആരോഗ്യത്തിനും ഭവനത്തിന്റെ നന്മകൾക്കും കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ. പ്രാർത്ഥിക്കാതെ ജീവിപ്പാൻ നമുക്ക് കഴിയുന്ന ഒരു തരത്തിലല്ല ജീവിതം ഇന്ന് നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. പക്ഷെ തമ്പുരാൻ കേൾക്കണമെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്ന വേളയിൽ, അതാര് പ്രസംഗിച്ചാലും അത് ദൈവവചനം കേൾക്കാൻ ദൈവം നമ്മെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തുമ്പോൾ ഓർത്തുകൊള്ളണം, ആ വചനം നമ്മൾ കേൾക്കണം. ആ വചനം നമ്മൾ കേട്ട് അതിനകത്ത് ഒരു ഭാഗമെങ്കിലും
മൊത്തം നമ്മളോടാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ ഒരു വാക്കെങ്കിലും നമ്മോട് പറയാൻ നിശ്ചയമായും ദൈവത്തിനുണ്ട്, നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങി വന്നാൽ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം അതാ, നമ്മൾ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ കേൾക്കണം. ഹല്ലേലൂയ. ഒരലസ മനോഭാവത്തോടെ, ഒരലക്ഷ്യമായ ചിന്തയോടെ, അല്ലെങ്കിൽ മറ്റൊരു ചിന്താഗതിയോടെ നാം ദൈവസന്നിധിയിലായിരിക്കരുത്. അല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവിന്റെ മേശ അനുഗ്രഹിക്കുന്ന അവസരത്തിൽ തിരുമേശയുടെ ശുശ്രൂഷയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അയോഗ്യമായി ഇതിലേക്ക് എന്ത് ചെയ്യരുത്, കരം നീട്ടരുത്. അത് കൊണ്ടുതരുന്ന വ്യക്തിയെ അല്ല നമ്മൾ നോക്കേണ്ടത്, ഇതിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം, ഇതിന് നമ്മൾ കൊടുക്കുന്ന വില. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ മേശ അയോഗ്യമായി അതിനെ അലക്ഷ്യ മനോഭാവത്തോടുകൂടെ അതിനെ ഹല്ലേലൂയ മോശമായ നിലയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളെങ്കിലും ചൊവ്വേ നേരെ പോയിട്ടുള്ള ചരിത്രം പറയാമോ? ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ആരോടോ സംസാരിച്ചപ്പോൾ പറയാനിടയായി, റാന്നിക്കടുത്തുള്ളതായ ഒരു സഭയിൽ കർത്താവിന്റെ മേശ നടക്കുമ്പോൾ ഒരു വ്യക്തിയോട് ദൈവദാസൻ പറഞ്ഞു, ഞാനത് തരികയില്ല, എടുക്കരുത്. പക്ഷേ അദ്ദേഹം കർത്താവിന്റെ മേശ ആ ദൈവദാസൻ കൊണ്ടുവന്ന് തന്റെ മുൻപത്തെ പന്തിയിൽ വന്നു. അവിടെ ഉള്ളവർക്കെല്ലാം കൊടുത്തു. പുറകിലത്തെ പന്തിയിലിരിക്കുന്ന തന്റെ അടുക്കലേക്ക് അദ്ദേഹം സൂക്ഷിച്ചൊഴിഞ്ഞു പോയി. തനിക്ക് പുറകിലുള്ള പന്തിയിലേക്ക് ഈ അപ്പവുമായി നടന്നു നീങ്ങുമ്പോൾ വളരെ ബലാത്കാരമായി അദ്ദേഹം കൈ നീട്ടി ആ അപ്പമെടുത്ത്, പറയുന്നതിൽ ലജ്ജയുണ്ട്, നാകടിച്ചു പറിക്കുന്നത് പോലെ വാ കൊണ്ട് ഇങ്ങനെ കടിച്ചു പറിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് ദേഷ്യത്തിന് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. ഇത് കണ്ടു നിന്ന ദൈവദാസനും ദൈവമക്കളും ഒക്കെ ആരാധനയും ആത്മീക ശുശ്രൂഷയും അലക്ഷ്യമാക്കിയ വിഷയത്തിൽ ഒത്തിരി മനം നൊന്തു. അന്ന് ഉച്ച കഴിഞ്ഞ് തിരുവല്ലായിൽ പോയി താനും രണ്ട് കുഞ്ഞുങ്ങളുമായി അദ്ദേഹം മാരുതിക്കാരിൽ തിരിച്ചു വരുമ്പോൾ റാന്നിയിൽ നിന്ന് ചെല്ലക്കാട് ഭാഗത്തേക്ക് പോകുന്ന തടി ലോറി, റബ്ബറും കയറ്റിക്കൊണ്ടു പോകുന്ന തടി ലോറിയുടെ ബ്രേക്ക് പൊട്ടിപ്പോയി. മാറാനും തിരിയാനും ഇടമില്ലാത്ത രീതിയിൽ ഈ വണ്ടിയുടെ മുകളിലേക്ക് ആ ലോറി വന്നു കയറി 3 പേരും തൽക്ഷണം മരിച്ചു. അല്ലെ, 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് വിശ്വാസികളുടെ കാതുകളിൽ എത്തിയത് ആരാധനയും ആത്മീക ശുശ്രൂഷയും അലക്ഷ്യമാക്കിയവന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വന്നതാ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരുപക്ഷെ നാം ചിന്തിക്കും ഏതെങ്കിലും ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാ, ഒരുപക്ഷെ വാങ്ങിച്ചത് ഒരു ഹൈന്ദവന്റെ ബേക്കറിയിൽ നിന്നായിരിക്കാം. അത് ഈ നിലയിൽ ഒരപ്പമായി രൂപപ്പെടുത്തിയത് വേറെ ഏതെങ്കിലും ജാതിക്കാരനായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, മേശമേൽ വരുമ്പോൾ അത് പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് ദൈവമക്കളായ നാം അതിന് കൊടുക്കുന്നതായ ആ വിശുദ്ധിയും വേർപാടുമാണ് അതിനെ ഗൗരവമാക്കി തീർക്കുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, കർത്തൃമേശ മാത്രമല്ല അലക്ഷ്യമാക്കി കളഞ്ഞാൽ ദൈവശിക്ഷ വരുന്നത്. ആരാധനയും അങ്ങനെ തന്നെയാ, ദൈവവചന ശുശ്രൂഷയും അങ്ങനെ തന്നെയാ. ഒന്നൊന്നിനേക്കാൾ ബന്ധമുള്ളതും ഒന്നൊന്നിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളായ നാം ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ പറയട്ടെ, ആരാധനയുടെ മധ്യ ദൈവവചനം പ്രസംഗിച്ചു കേൾക്കുമ്പോൾ, ഇന്ന് ഞാനാണ്, നാളെ മറ്റൊരാളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരാളായിരിക്കാം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ആര് പ്രസംഗിച്ചാലും കേൾക്കപ്പെടുന്ന ദൈവവചനം എന്നോടുള്ള ദൂതാണെന്ന് അന്തരാത്മാവിലൊരു ബോധ്യം വന്നാൽ അതിന് ചെവി തിരിച്ചു കളയരുത്. അതിന് വിധേയപ്പെട്ടാൽ അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാ. അതിന് ദൈവത്തിന്റെ മുൻപാകെ ഒരു മനുഷ്യന്റെയും ശുപാർശ വില പോകത്തില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറയാം, കർത്താവേ ഇന്നാരെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ ദൈവം ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ച കർത്താവെ, അത് നല്ല ആത്മാർത്ഥതയോടെ പറഞ്ഞാൽ ചിലപ്പോൾ ദൈവം കേട്ടെന്നിരിക്കും. എന്നാൽ അതിനു പകരം അതിന് വിരുദ്ധമായി കർത്താവെ ഒരു വ്യക്തി നശിച്ചു പോകണമേ എന്നുള്ള ചിന്താഗതിയോടെ പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കണമെന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഒരു മനുഷ്യനെയും അനുഗ്രഹിക്കുന്ന വിഷയത്തിൽ മനുഷ്യന്റേതായ മുഖം നോക്കിയോ മനുഷ്യന്റേതായ ആ പരിഗണന നോക്കിയോ അല്ല അനുഗ്രഹിക്കുന്നത്.
അവന്റെ കാഴ്ചയിൽ നമ്മുടെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരം പകരം നൽകുന്നവനാ സ്വർഗത്തിലെ ദൈവം. ദൈവമക്കളെ, ഈ കരം വെടിപ്പുള്ളതാണെങ്കിൽ, നിന്റെ ജീവിതം വെടിപ്പുള്ളതാണെങ്കിൽ, അല്ലെ നിന്നെ ആദരിക്കാനും നിന്നെ മാനിക്കാനും ലോകത്തിൽ ഒരാളില്ലെങ്കിലും ഹല്ലേലൂയ നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന നിന്റെ ജീവിതം കണ്ട് നിന്നെ അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് മീകാ പ്രവചനത്തിലേക്ക് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. മീകാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. മീകാ പ്രവചനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നതിന്റെ മറ്റൊരു കാരണം അവിടെയുണ്ട്. വായിക്കാം. അന്നവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവരോട് ഉത്തരമരുളുകയില്ല. അവർ ദുഷ്പ്രവർത്തികളെ ചെയ്തതിനൊത്തവണ്ണം ആ കാലത്ത് അവൻ മുഖം അവർക്ക് മറയ്ക്കും. ഇതിനോട് ചേർന്ന ഭാഗമാണ് യെശയ്യാവ് 59-ന്റെ 2-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. യെശയ്യാവ് 59:2. ഹല്ലേലൂയ. ലഭിക്കുന്ന ദൈവമക്കൾ ആർക്കും വേദപുസ്തകം വായിക്കാമല്ലോ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ. അടുത്തത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരിക്കുന്നു. അപ്പൊ എന്റെ പാപങ്ങൾ, എന്റെ അകൃത്യം, എന്റെ ജീവിതത്തിലെ രഹസ്യ പാപം, സങ്കീർത്തനം 66-ന്റെ അവസാന ഭാഗങ്ങളിൽ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വായിച്ചു ചിന്തിച്ചല്ലോ. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. പ്രവാചകനായ യെശയ്യാവും പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ ദൈവം കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ തിരിച്ചു കളയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്താ പാപം? അല്ലെ, നമുക്കതിനെ കുറിച്ച് അറിയാം. ഹല്ലേലൂയ. ഏത് അനീതിയും പാപമാണ്. നന്മ ചെയ്യാനത് അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ അത് പാപമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഒരാൾ ആവശ്യപ്പെട്ടിട്ട് പ്രാർത്ഥിക്കാതിരുന്നാൽ അതെന്താ? പാപമാ. ശമൂവേലിന്റെ തന്നെ വാക്കുകൾ അതങ്ങനെയാണല്ലോ വ്യക്തമാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തോട് പാപം ചെയ്യാൻ ഇടവരരുത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാതിരുന്നാൽ അല്ലത് പാപമാ. ഒരാൾ നമ്മളോട് ആവശ്യപ്പെട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അല്ലെങ്കിൽ നാം ഒരാളോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, എന്നും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നാം പാപം ചെയ്യുകയാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പാപത്തിന്റെ പട്ടിക അങ്ങനെ നീണ്ടുപോകുകയാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, പാപങ്ങൾ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരുപക്ഷെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യ സഹജമാ. വീണ്ടെടുക്കപ്പെടാത്ത ഈ ജഡശരീരവും ഈ ലോകത്തിലായതുകൊണ്ട് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തെറ്റുകൾ വന്നാലും അതിന്റെ മേൽ ജയം പ്രാപിപ്പാൻ കഴിയാതിരിക്കുന്നത്, തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ കഴിയാതിരിക്കുന്നത്. ഒരിക്കലൊരു വേദപണ്ഡിതനോട് മറ്റ് ഒരു വിഭാഗത്തിലുള്ള ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങളുടെ പ്രമാണപ്രകാരം ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ ചോദിച്ച ക്രൈസ്തവനല്ലാത്ത മനുഷ്യൻ പറഞ്ഞു, ഏറ്റവും വലിയ കൊടിയ പാപം എന്ന് വിശേഷിപ്പിക്കുന്ന പല കാര്യങ്ങൾ അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ മറുപടി അതിലേതെങ്കിലും ഒന്നായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ വേദപണ്ഡിതനായ മനുഷ്യൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, ഏറ്റവും വലിയ പാപം, മാരകമായ പാപം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ സ്വന്തം ശരീരത്തിൽ ചെയ്യുന്ന പാപമോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന പാപമോ അല്ല ഗുരുതരമായ പാപം. അതിനെക്കാട്ടിൽ ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ്, പാപമെന്ന് പറയുന്നത് ചെയ്ത ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെടാതെയും ആ തെറ്റിന് ഒരു പശ്ചാത്താപം വേണ്ട എന്ന് തോന്നാതിരിക്കുകയും ചെയ്യുന്നതാ ഏറ്റവും വലിയ തെറ്റ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വരാം, അത് തെറ്റാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. വചനം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഏതെങ്കിലും ദൈവശബ്ദം കേട്ടപ്പോൾ, ഒരാൾ പ്രസംഗിച്ച് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരാൾ ഉപദേശിച്ചു, അത് തെറ്റാ, ആ കാണിച്ചത് തെറ്റാ, ആ പറഞ്ഞത് തെറ്റാ, ആ പ്രവർത്തിച്ചത് തെറ്റാ, അങ്ങനെ പെരുമാറിയത് തെറ്റാ എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റാണെന്ന് പലരും പറഞ്ഞു. നമുക്കും അത് മനസ്സിലായെങ്കിലും നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല.
ഇനി അതിനൊരു പരിഹാരം വേണമെന്ന് വചനപ്രകാരം മനസ്സിലാക്കിയിട്ടും നമ്മൾ അതും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. ഇതാ ഏറ്റവും വലിയ തെറ്റ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപങ്ങൾ അത്രേ ദൈവം കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ മറയ്ക്കുന്നത്. അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപക്ഷെ പാപത്തിന്റെ പൊടിപടലങ്ങൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ലിച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ഒരു ജഡശരീരത്തിലാണ് ജീവിക്കുന്നതെങ്കിലും പാപത്തെക്കുറിച്ചുള്ളതായ ഒരു കുറ്റബോധം അത് നമ്മുടെ മനസാക്ഷിയെ വേട്ടയാടുമ്പോൾ, ആ മനസാക്ഷിക്ക് അത് കുറ്റപ്പെടുത്തുമ്പോൾ ദൈവസന്നദ്ധിയിൽ നിറകണ്ണുകളോടുകൂടെ കർത്താവിനോട് ഏറ്റുപറയണം, കർത്താവേ, ഞാനൊരു പാപിയാ, എന്നിൽ തെറ്റുകളുണ്ട്, എന്നിൽ പോരായ്മകളുണ്ട്, എന്റെ നോട്ടത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ സംസാരത്തിൽ. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ വൈകിട്ട് കിടക്കുന്ന സമയം വരെയും ഈ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ശരിയാണെന്ന് അവകാശപ്പെടാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു തെറ്റുമെങ്കിലും ഒരു ദിവസം ഒരു കണ്ണുകൊണ്ട് ഒരാൾ ചെയ്യും. ഈ ചെവി കേൾക്കുന്നതെല്ലാം, കേട്ടതെല്ലാം ശരിയാണെന്ന് നമുക്ക് ശരിയായത് മാത്രമേ കേട്ടുള്ളൂ എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷെ ഈ ചെവി കൊണ്ട് ഒരു തെറ്റ് ചെയ്തെന്നിരിക്കാം. നമ്മുടെ അതരം കൊണ്ട് ഞാൻ സംസാരിച്ചത് ശരി മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ഒന്നും സംസാരിച്ചില്ലെന്ന് അവകാശപ്പെടാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നാവ് കൊണ്ട് ഒരു തെറ്റ് ചെയ്തു, ഒരു ദിവസം ഈ 3 കാര്യങ്ങൾ കൊണ്ട് 3 തെറ്റ് ചെയ്തെങ്കിൽ ഒരു 30 ദിവസം ഉണ്ടെങ്കിൽ എത്ര തെറ്റാ ചെയ്യുന്നത്? അതിന്റെ പരിഹാരം വരുത്താതെ മുന്നോട്ട് പോയാൽ പാപത്തിന്റെ പട്ടിക ഇങ്ങനെ കുമിഞ്ഞുകൂടുകയല്ലേ? ദൈവസന്നിധിയിൽ എങ്ങനെ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയും? എങ്ങനെ പിതാവേ എന്ന് വിളിപ്പാൻ കഴിയും? അതുകൊണ്ട് പ്രിയരെ, ഓരോ ദിവസവും ഹല്ലേലൂയ സന്ധ്യ മയങ്ങുമ്പോൾ, അല്ലെങ്കിൽ രാത്രി കണ്ണടയുന്നതിന് മുമ്പ്, കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള, അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എന്നോട് ക്ഷമിക്കണമേ എന്ന് കരഞ്ഞപേക്ഷിച്ച് അതിന്റെ മേൽ കർത്താവ് ക്ഷമ തന്നു എന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയിട്ട് വേണം ഓരോ ദിവസവും കണ്ണടയ്ക്കാൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളുടെ ദൈവത്തെ കേൾക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, മറ്റൊരാളുടെ ജീവിതത്തിലെ തെറ്റുകൾ ഗ്രഹിക്കുന്നതിനേക്കാൾ നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ തെറ്റ്. വചനവും പറയുന്നത് അങ്ങനെയാണ്. 19-ാം സങ്കീർത്തനത്തിൽ തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. നമുക്ക് നമ്മുടെ തെറ്റുകളെ ഗ്രഹിക്കാം. ഹല്ലേലൂയ. യോസഫിന്റെ സഹോദരന്മാർ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ കുറ്റം ഹല്ലേലൂയ ഞങ്ങൾ ഓർക്കുകയാ. ഹല്ലേലൂയ. പാനപാത്രവാഹന്മാരുടെ പ്രമാണിയും പറയുന്നു, എന്റെ തെറ്റ് ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, ഏറ്റുപറയാത്ത ഒരു പാപം ജീവിതത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ വരും. അപ്പൊ അതിന്റെ മേൽ ജയമെടുക്കണം, അതിനെ പ്രാർത്ഥിക്കണം, അതിന്മേൽ പ്രാർത്ഥിച്ച് ക്രമീകരണം വരുത്തണം, പാപക്ഷമ യാചിക്കണം, അതിന്മേൽ ഹല്ലേലൂയ ഒരു വിടുതൽ ദൈവം തന്നൊരു ഉറപ്പ് വരുത്തണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാൽ മടക്കുമ്പോൾ അതിന്റെ വ്യവസ്ഥയുണ്ട്. ഒരു പ്രാർത്ഥന, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചാടിക്കേറി നമ്മുടെ വിഷയങ്ങളെ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നതായി തീരരുത് പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കുമോ എന്നൊരു ഉറപ്പൂടെ വരുത്തി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമുക്കറിയാമല്ലോ, ഇന്ന് മൊബൈൽ ഫോണിന്റെ ഒരു ആധുനിക കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ ലാൻഡ് ഫോൺ ഇങ്ങനെ കറക്കിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമുള്ളത്. ഇന്നിപ്പോൾ അതൊക്കെ ഒരു കാഴ്ച വസ്തുവായിട്ട് പോലും ആരുടെയും ജീവിതത്തിലില്ല. നമുക്കിപ്പോൾ ഒരാളെ വിളിച്ചൊരു കാര്യം പറയണമെങ്കിൽ നാം ആ ആളിൻ്റെ നമ്പർ അങ്ങോട്ട് കറക്കി ചെവിയിലോട്ട് വെച്ച് കാര്യങ്ങൾ അങ്ങ് പറയുകയല്ല. നമ്മൾ ഹലോ എന്നൊന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പുറത്തുനിന്ന് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്നും തിരിച്ച് ഹലോ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം എന്ത് ചെയ്യത്തുള്ളൂ, പറയുള്ളൂ. ഹല്ലേലൂയ. ദൈവം കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ലാതെ പ്രാർത്ഥിക്കുന്നത് റിസീവർ എടുത്ത് ചെവിയിലോട്ട് വെച്ച് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് റിസീവർ താത്തു വെക്കുന്ന പോലെയുള്ളൂ. കേട്ടോ ഇല്ലയോ ആർക്കറിയാം. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, കേൾക്കട്ടെ. അതല്ല, നമ്മളൊരു ഫോൺ ചെയ്യുമ്പോൾ നമുക്കതുകൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ പറഞ്ഞത് അങ്ങേ തലക്കലുള്ളതായ വ്യക്തി എന്ത് ചെയ്യണം, കേൾക്കണം. ഇടയ്ക്ക് നമ്മൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചോദിക്കും, ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇടയ്ക്ക് അവിടെ നിന്നൊരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ദൈവമക്കളെ,
ദൈവത്തോട് ഉള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം കേൾക്കണം, ദൈവം കേൾക്കുമെന്നുള്ള തരത്തിലാകണം, ദൈവം കേൾക്കുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. ആ ഒരു അനുഭവത്തിലും നിലവാരത്തിലും വേണം വന്ന് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാനിടയായിത്തീരും. അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ച് എൻ്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കാം. സദൃശ്യവാക്യം തന്നെ 21 അധ്യായം അതിന്റെ 13 വാക്യം. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. എളിയവന്റെ നിലവിളി. എളിയവൻ നമ്മളോട് വന്ന് പ്രാർത്ഥിക്കുകയല്ല, ഒരു കാര്യം നമ്മുടെ അടുത്ത് വന്ന് ഉണർത്തിക്കുക. അവന്റെ കഷ്ടത നിമിത്തം, അവന്റെ ജീവിതത്തിലെ ആ പ്രയാസം നിമിത്തം ഏതെങ്കിലും ഒരു വിഷയം ഒരു രാജാവിന്റെ അടുക്കൽ വന്നൊരു പ്രജ പറയുന്നത് പോലെ നമ്മുടെ ഒരു സ്നേഹിതൻ വന്ന് ഇങ്ങനെ പറയുക. നമുക്കറിയാം, കർത്താവ് പ്രാർത്ഥനയുടെ ആ ഒരു വലിയ സംഭവം തെളിയിക്കാൻ വേണ്ടി കർത്താവ് എടുത്ത ഒരു ഉദാഹരണം. നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രി ഇവന്റെ അടുക്കൽ വന്ന് അവന്റെ വാതിൽ ഹല്ലേലൂയ മുട്ടുകയാ. അവൻ പറയുന്ന കാര്യം ഇതാണ്: എന്റെ ഒരു സ്നേഹിതൻ ഈ രാത്രി എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കാൻ എന്റെ പക്കൽ ഏതുമില്ല, അതുകൊണ്ട് അവന് വേണ്ടി എന്തെങ്കിലും എനിക്ക് കൊടുത്തേ മതിയാകുകയുള്ളൂ, അതിനാ ഞാൻ നിന്റെ അടുത്ത് വന്നത്. താൻ കാര്യമൊക്കെ പറഞ്ഞു, കാര്യമൊക്കെ പറഞ്ഞിട്ടും അകത്തുനിന്നൊരു റെസ്പോൺസ് ഇല്ലെങ്കിൽ, ഹല്ലേലൂയ, ലജ്ജ കൂടാതെ മുട്ടുന്നത് നിമിത്തം അവൻ ഉണർന്നു. ആരാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് അവൻ അറിഞ്ഞു, എന്താ പറഞ്ഞതെന്ന് വ്യക്തമായി കേട്ടു. ഇതെല്ലാം കേട്ടിട്ടും അവനത് കേൾക്കാതിരുന്നാൽ, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളഞ്ഞാൽ, ഒരു റെസ്പോൺസുമില്ല, ഒരു തിരിച്ചൊരു മറുപടിയുമില്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവനും നിലവിളിക്കും, പക്ഷെ തമ്പുരാൻ കേൾക്കത്തില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, ഇതുപോലുള്ള ചില സന്ദർഭങ്ങൾ ചില വ്യക്തികളെ ദൈവം നമ്മുടെ അടുക്കൽ അയച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, ഏത് വേഷത്തിൽ വരുമെന്നൊന്നും നമുക്ക് പറയാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. കാരണം മത്തായി സുവിശേഷത്തിന്റെ അവസാനത്തെ ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ആ കാലങ്ങളിൽ, അന്നാളിൽ ഞാൻ ചെമ്മരിയാടിനെയും കോലാടിനെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കും. എന്നിട്ട് എന്റെ വലത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്റെ സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കണം. എന്നിട്ട് അവരോട് പറഞ്ഞത്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, എനിക്ക് വിശന്നു, ഹല്ലേലൂയ, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ അവസ്ഥയിൽ അങ്ങേ ഞങ്ങൾ എപ്പോഴാ കണ്ടിട്ടുള്ളത്? അങ്ങ് ഈ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എപ്പോഴാ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾക്കതിനൊരു അവസരം കിട്ടിയിട്ടില്ല. കർത്താവിന്റെ മറുപടി, ഈ നിൽക്കുന്നവരിൽ ചെറിയ ഒരുത്തന് ചെയ്തതൊക്കെ ആ വേഷത്തിലും ആ രൂപത്തിലും ആ ഭാവത്തിലും, ഹല്ലേലൂയ, ആ ഒരു എളിയ സഹോദരനായി, ആ ഒരു എളിയ സഹോദരിയായി ഒരാവശ്യമായി നിന്റെ മുമ്പിൽ വന്നത് ഞാനാ. ദൈവത്തിന് സ്തോത്രം. ആ വ്യക്തിക്ക് അല്ലെ എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും പ്രവർത്തിക്കാൻ നിന്റെ ശേഷി അനുസരിച്ച് നിന്നെ ഉണർത്തിയത് ഞാനാണെങ്കിൽ, നിനക്കുള്ള പ്രാപ്തി തന്നത് ഞാനാണെങ്കിൽ, ആ കാലങ്ങളിൽ നീ ചെയ്തതൊക്കെ എനിക്ക് ചെയ്തതിന് തുല്യമാ. അത് എന്റെ പേരിൽ, ഹല്ലേലൂയ, നീ ചെയ്തത് നിന്റെ പേരിൽ ഞാനത് അംഗീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ചില അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലും ദൈവം കാട്ടിത്തരുമ്പോൾ ആ ഒരു കാര്യത്തിൽ, ഹല്ലേലൂയ, എനിക്ക് ദൈവമക്കളോട് ഒത്തിരി സ്നേഹവും ദൈവസന്നിധിയിൽ ബഹുമാനമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 സ്ഥലങ്ങളിൽ ഞാൻ കടന്നുപോയപ്പോൾ വളരെ പ്രാഗൽഭ്യത്തോടെ നമ്മുടെ ദൈവസഭയെ ആ നിലയിൽ ഉയർത്തി പറയാൻ എനിക്കിടയായി. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ, മറ്റുള്ളവരുടെ നിലവിളിക്ക്, ഹല്ലേലൂയ, ചെവി ചായ്ക്കുന്നതിൽ മനസ്സുള്ള ഒത്തിരി ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ മേപ്രാ സഭയിലുണ്ട്. ദൈവം നിങ്ങൾക്ക് തന്ന ആ താലന്ത്, ആ നന്മ, ആ അനുഗ്രഹം, ആ നല്ല മനസ്സ് വർദ്ധിച്ചു വരാൻ ദൈവം സഹായിക്കട്ടെ. കഴിയുമെങ്കിൽ എല്ലാവരും ആ ഒരു മനോഭാവത്തിലേക്ക് വരട്ടെ. എല്ലാവരും, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആ യജമാനന്റെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കി, അതിനുള്ള പ്രാപ്തി ദൈവം എനിക്ക് തന്നെന്ന് മനസ്സിലാക്കി, അതനുസരിച്ച് ചെയ്താൽ നമുക്ക് ഒത്തിരി അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ചെയ്തില്ലെങ്കിൽ ശിക്ഷയുണ്ട് കേട്ടോ. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ
ശിക്ഷയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12:47 ഒന്ന് വായിച്ചു നോക്കി. ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് നോക്കാം. ലൂക്കോസ് 12:47. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. ഹല്ലേലൂയ. ഞാൻ ന്യായവിധിയുടെ ദൂതോ ശിക്ഷാവിധിയുടെ ദൂതോ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല. അതെന്റെ ജോലിയല്ല. പക്ഷേ ദൈവത്തിന്റെ വചനമാ പറഞ്ഞത്, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാത്ത, അത് ചെയ്യാത്ത ദാസന്. നമ്മളാരും അങ്ങനെ ആകരുത്. നമ്മളാരും അങ്ങനെ ആയി പോകരുത്. യജമാനന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാകുന്നു. ദൈനംദിന ജീവിതത്തിൽ വേദപുസ്തകം വായിക്കുമ്പോൾ, ദൈവശബ്ദം പ്രാർത്ഥനയിലൂടെ കേൾക്കുമ്പോൾ, പ്രസംഗിച്ച് ദൈവവചനം മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം എന്നെക്കുറിച്ചുള്ളത് അതാണെന്ന് വ്യക്തമായി നമ്മൾ ഗ്രഹിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അത് ചെയ്യണം. ഹല്ലേലൂയ. ആരും അറിയണ്ട. ഹല്ലേലൂയ. ഗുഡ് ന്യൂസുകാരെയും വിളിക്കണ്ട, ഇവാഞ്ചലുകാരെയും വിളിക്കണ്ട, ജേണലുകാരെയും വിളിക്കണ്ട, ഒരു മാധ്യമവും വേണ്ട. ഹല്ലേലൂയ. ഇടത്ത് കൈ കൊണ്ട് ചെയ്യുന്നത് വലത്ത് കൈ അറിയണ്ട, വലത്ത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത്ത് കൈയും അറിയണ്ട, നീ അറിയുന്നത് ഇരുചെവി അറിയണ്ട. ദൈവത്തിന് സ്തോത്രം. അത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കഷ്ടതയിലും വേദനയിലും അല്ലെങ്കിൽ ഒരു പിടി സഹായിക്കാൻ നമ്മൾ ഒരുങ്ങിയാൽ, അത് അർഹതയോട് വാങ്ങിച്ച ദൈവപൈതൽ അവരുടെ ഭവനത്തിൽ പോയി ഉള്ളുനുരുകി ഒരു പ്രാവശ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ 9 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ്. കർത്താവേ, എന്റെ കഷ്ടതയിൽ എന്റെ ഭവനത്തോട് ആദരവ് തോന്നിയ ആ ഹല്ലേലൂയ കുടുംബത്തെ, ആ തലമുറയെ, ആ ഭവനത്തെ ദൈവമേ ഹല്ലേലൂയ ആ ദൈവവൈതലിനെ അനുഗ്രഹിക്കണേ എന്ന് മനസ്സു നുറുങ്ങി അതിന്റെ നന്മ പ്രാപിച്ച ദൈവവൈതൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ നാം 9 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദൈവസന്നിധി വിലപ്പെട്ടതാ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം നമുക്ക് തന്ന കഴിവും ദൈവം നമുക്ക് തന്ന പ്രാപ്തിയും ദൈവനാമഹത്വത്തിന് വേണ്ടി ചെലവഴിക്കാം. വാക്കുകളെ ഞാനിവിടെ ചുരുക്കുകയാ. അല്ലെങ്കിൽ നമ്മുടെ കുറിവാക്യം മറക്കരുത്, ദൈവം ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ശ്രദ്ധിച്ച വചനങ്ങൾ, വായിച്ച വചനങ്ങൾ, കേൾക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ഹൃദയസ്ഥമാക്കിക്കൊണ്ട്, ഹൃദയത്തിൽ അംഗീകരിച്ച്, ഹൃദയത്തിൽ സൂക്ഷിച്ച്, എന്റെ ജീവിതം അങ്ങനെ തന്നെയോ എന്ന് ഒന്ന് പരിശോധിച്ച്, ഒരു സ്വയശോധനയോടുകൂടെ ദൈവസന്നിധിയിൽ ഒന്ന് ഒരുങ്ങാനും, ഒന്ന് ഉണരാനും, ഒന്ന് സമർപ്പിക്കാനും ആവോളം കർത്താവേ നിന്റെ വചനപ്രകാരം ജീവിപ്പാൻ എന്നെ സഹായിക്കണേ. ദൈവമക്കളെ, മറ്റെത്ര പേര് അങ്ങനെ ജീവിക്കുന്നത് നമ്മൾ നോക്കണ്ട. നമ്മുടെ ഭവനത്തിലുള്ളവർ അങ്ങനെ ആണെന്നൊന്നും നോക്കണ്ട. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ അങ്ങനെ ആണെന്നൊന്നും നോക്കണ്ട. കർത്താവേ, എനിക്ക് അതിനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം കൽപ്പന തന്നത് വ്യക്തിപരമാ, ദൈവം കണക്ക് ചോദിക്കുന്നത് വ്യക്തിപരമാ. അല്ലെങ്കിൽ അതുകൊണ്ട് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ നിന്ന് കാര്യം തുറന്നു പറയേണ്ട ഒരു സമയം വരുമ്പോൾ, അല്ലെങ്കിൽ ധൈര്യത്തോടെ നിൽക്കേണ്ടതിന്, ഹല്ലേലൂയ പകയ്ക്കാതെ നിൽക്കേണ്ടതിന്, അല്ലെങ്കിൽ ലജ്ജിക്കാതെ നിൽക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം, ഉണരാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്വർഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. അവിടുത്തെ തൃപ്പാദപീഠത്തിൽ ഞങ്ങൾക്ക് പിന്നെയും ആയിരിക്കാൻ സഹായിച്ചല്ലോ. അപ്പ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ തന്നെയും പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന വേണ്ടും പോലെ അവിടുന്ന് അംഗീകരിക്കുന്നുവോ എന്ന് ശോധന ചെയ്യാൻ, ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ ഈ പകൽക്കാലത്തെ വചനചിന്ത മുഖാന്തരം ഞങ്ങൾക്ക് ഇടയാക്കണമേ. ആ വചനത്തിന് മുമ്പിൽ കർത്താവെ ശ്രദ്ധയോടെ ആ വചനം ഉൾക്കൊണ്ട, ആ വചനം ഏറ്റെടുത്ത, അതിനു മുമ്പിൽ ജീവിതം സമർപ്പിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. വചനം അനുസരിക്കുന്നവരുടെ മേൽ വെളിപ്പെടുന്ന എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നന്മകളും പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടുത്തി ദൈവം മാനിക്കണമേ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ കത്തുദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും ഒരുമിച്ച് പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. വചനം പോലെ ജീവിപ്പാൻ അടിയങ്ങളെയെല്ലാം സഹായിക്കും. തുടർന്നുള്ള സമയങ്ങളും കർത്താവെ അവിടുന്ന് നടത്തിയ വഴികളെ കുറിച്ച് പ്രസ്താവിപ്പാൻ ഞങ്ങളെയൊക്കെ ഒരുക്കണമേ. എല്ലാ മഹത്വവും മാനവും അവിടുത്തേക്ക് ഞങ്ങൾ അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ തേടുന്ന ദൈവം,
ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അലയുമ്പോൾ മറപറ്റി അണയുമൻ ചാരേ. തകരുന്ന തോണിയും ആഴിയിൽ താഴാതെ കരപറ്റാൻ കര നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, മനം നൊന്തു കണ്ണൂന്നി തരംഗമായി തൂകുമ്പോൾ കനമുള്ള പാപങ്ങൾ മായ്ക്കും. മനം മാറ്റും ശുദ്ധമായി ഹിമം പോലെ വെണ്മയായി കനിവുള്ള നിത്യനാം ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, പതിർ മാറ്റി വിളവേൽക്കാൻ യജമാനൻ എത്തുമ്പോൾ കതിർ കൂട്ടി വിധിയോതും നേരം. അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായാളം നേടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം